ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നൊരു ഗാർഡനിങ് ടൂളിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ഞാനൊരു ഗ്രാഫ്റ്റിംഗ് ടൂള് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. ഏകദേശം 35 ദിറംസ്. ഞാൻ അബുദാബിയിൽ നിന്ന് വാങ്ങിയതാണ്. 35 ദിറംസായി. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൈകൾ സിമ്പിളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഇതുകൊണ്ട് ഗ്രാഫ്റ്റിംഗ് മാത്രമല്ല, നമുക്ക് ചെടികൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രൂൺ ചെയ്യാനൊക്കെ പറ്റും. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെറിയൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളറിൽ. അപ്പോൾ അത് താഴോട്ടാക്കിയാൽ ഇതിങ്ങനെ ഓപ്പൺ ആവും. പിന്നെ അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 ബ്ലേഡ് ഉണ്ട്. അപ്പോൾ ഇത് 3 ടൈപ്പിലാണുള്ളത് ബ്ലേഡിൻ്റെ ഷേപ്പ്. ഒന്ന് വി ഷേപ്പിൽ, പിന്നെ ഒന്ന് യു ഷേപ്പിൽ, പിന്നെ വേറൊരു കർവായിട്ടുള്ളൊരു ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഷേപ്പിലാണ്. കണ്ടില്ലേ? അപ്പോൾ മൊത്തം 3 ബ്ലേഡാണുള്ളത്. ഒന്ന് ഓൾറെഡി അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഹോൾഡറാണ് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ചെമ്പരത്തിൻ്റെ കൊമ്പാണ്. ശരിക്കും നമ്മളൊരു വേര് പിടിച്ചിട്ടുള്ളൊരു തൈലാണ് ഇത് ചെയ്യേണ്ടത്. ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊരു റെഡ് കളറിലൊരു ചെമ്പരത്തിയാണ്. ആദ്യം ഇതിൻ്റെ ഇലകളൊക്കെ ജസ്റ്റ് കളയാം. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലകളൊക്കെ ഞാൻ പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഈ ഭാഗം ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു ചെമ്പരത്തിൻ്റെ തണ്ടെടുക്കുക. ഇതൊരു റെഡും യെല്ലോവും മിക്സ് ആയിട്ടുള്ളൊരു ചെമ്പരത്തിൻ്റെ കൊമ്പാണ്. അതും ഇതുപോലെ ഇലകളൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ചെടിയിലേക്കാണോ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ആ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട പീസ് ഇതേപോലെ ഫസ്റ്റ് കട്ട് ചെയ്യാം. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ യു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വേണമെങ്കിൽ നമുക്ക് വി ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാം. അതിൻ്റെ ബ്ലേഡ് മാറ്റിയാൽ മതി. ഇനി അടുത്ത പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്യാം. ഇതിൽ താഴത്തെ ഭാഗം ആവശ്യമില്ല, നമുക്ക് ഈ മേലത്തെ ഭാഗമാണ് വേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റ് ഇത് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് രണ്ടും എല്ലാ ഭാഗവും ഇങ്ങനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗ്രാഫ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന നേരിയ ടാപ്പുണ്ട്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ്. അഥവാ ഇതില്ലെങ്കിൽ നമുക്ക് സാധാരണ നേരിയ പ്ലാസ്റ്റിക്, അതായത് ഈ ഐസിൻ്റെ കവറൊക്കെ പോലെയുള്ള പ്ലാസ്റ്റിക് ചുറ്റി കൊടുത്താലും മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഈ സെയിം ടൂൾ ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു 3 ആഴ്ചയാണ് ഞാൻ ചെയ്തിട്ട്. ഇതിൽ നോക്കിയാൽ കാണാം ചെറിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഞാൻ ഈ യെല്ലോവും റെഡും മിക്സ് ആയിട്ടുള്ള ചെമ്പരത്തി മരത്തുനിന്ന് ജസ്റ്റ് ഒരു കമ്പ് കട്ട് ചെയ്തെടുത്തിട്ട് ഈ റെഡ് കളർ ചെമ്പരത്തിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.